പൊടി പൊടി പൊടിയാന്ന് കുത്തന കറുപ്പ് പുല്ലില്ലേ മീനിതേ രണ്ടു കൊട്ട കാണുന്നുണ്ടല്ലോ, രണ്ടു തരം മീനുണ്ടാ? ആ മീനിന്ന് രണ്ടു തരം വാങ്ങീനെ. ഒന്ന് ഏട്ട, ഒന്ന് നങ്ക് നങ്ക്. രണ്ടും കൂടി വെച്ചോ, ചേച്ചി വന്നല്ലേ. ഇന്നലെ ഒന്നും കറി ഉണ്ടാക്കി, ഇന്നലെ തക്കാളി കറിയെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മീൻ മണിച്ചിന്. ചേച്ചി ഏതാ കൂട്ടല്? ഓളേട്ട കിട്ടൂല, മാന്തിയാ. എന്നാ പിന്നെ നങ്കും മാന്തി നങ്കും മേട്ടും രണ്ടും ആക്കിക്കോ. ആ രണ്ടും കൂടി ആക്കിക്കോ, വേഗം നോക്കുന്നല്ലേ. എന്തേ ഏത്? ഇത് പൊളിച്ച പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. ഇത് മറ്റേതല്ല, സാധാ നങ്കാത്. അതല്ല 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 ഇത് ഇത് വലിയ നങ്ക്. അതല്ല, ആ നങ്കല്ലേ ഇത്. ഇന്നങ്ങനെ ലതക്ക് പണി കൊടുത്തിട്ടുണ്ട്, നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടാ ആ കടലാസ് വലിക്കറാ, ആ കടലാസ് വലിക്കറാ. വലിയ മാന്തിയാണ്. അപ്പൊ നമ്മുടെ പൂച്ച എത്തിയിട്ടുണ്ട്. പൂച്ച വട്ടം ചുറ്റുന്ന നോക്കണ, കടിച്ചക്കല്ലേ. ഇത് ആ ഇത് വേഗം വലിക്കാൻ കിട്ടുന്ന. ഇത് സാധാ ഇത് തന്നെയാണ് കണ്ടാ, എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ആ അത് പുഴമാന്തിയല്ലേ, അത് പുഴമാന്തിയാണ്. ഇത് കടൽ മാന്തിയാണ്. അങ്ങനെ നമ്മുടെ മാന്ത തൊലി കളഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഏട്ടയും കൂടെ ശരിയാക്കട്ടെ. അപ്പം നമ്മുടെ രണ്ട് മീനും മുറിച്ചായിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഏട്ടയിലേക്ക് നല്ല കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തി ഒന്ന് ഇത് ഉരച്ച് ഇതാക്കണം അല്ലേ. അതിൻ്റെ മേലത്തെ കറുപ്പല്ലൊന്ന് പോകണം ശരിക്ക്. കല്ലിട്ട് ഉരക്കണം, എന്നാൽ വേഗം പോകും അല്ലേ. കല്ലിലിട്ട് ചെറുതിറക്കാനല്ലേ, ഉപ്പിട്ടിട്ട് ചെറിയ ഏട്ടയാണ്, അതുകൊണ്ട് ചെറിയ കഷ്ണം. അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കട്ടെ. ഏട്ട മീനിൽ നല്ല വൃത്തി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ടേ. ഇതും അങ്ങനെ കഴുകിയിട്ടുണ്ട്. അപ്പം മസാല, ഏട്ട മീനിലേക്ക് കൊടുക്കുന്ന മസാല എടുത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു രണ്ട് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. എല്ലാം ജാറിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടിയുടെ ലേശം വെള്ളം ഒഴിക്കുക, അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടേ. കുറച്ച് അരപ്പം മാറ്റി വെക്കുന്നുണ്ടേ നമ്മുടെ മാന്തയിലേക്ക്. എന്നാൽ പിന്നെ ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടാവട്ടെ. ഇനി വെളിച്ചെണ്ണ, അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അരപ്പിൻ്റെ വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുളിവെള്ളം കൂടി വെച്ച് കൊടുക്കുക. വാളംപുളി എടുത്തിന്, കുടംപുളി ഇടി ഉണ്ട്, പക്ഷേ കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നക്ഷു
തിന്നൂല അല്ലേ? കൂട്ടൂല. മീൻകറി കൂട്ടൂല. ഓക്കെ, അതിന്റെ മണം ഇഷ്ടമല്ലോ. അപ്പം നമ്മുടെ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അരപ്പൊന്ന് തിളക്കട്ടെ. അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമ്മുടെ ഏട്ടമീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ അരപ്പ് കിടന്നിട്ട് പോകട്ടെ. ഭയങ്കര പുകയുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാതെ. ഓക്കെ, അപ്പം നമ്മുടെ കറി എന്തായി നോക്കട്ടെ. കുറച്ച് സമയമായി. നല്ല തണുപ്പും തുടങ്ങിയല്ലേ. ഏകദേശം കറി റെഡിയായി വന്നിട്ടുണ്ട്. അധികം പറ്റുന്നില്ല. പറ്റപ്പറ്റ ചാറായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇനി എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇനി കാച്ചി വയ്ക്കാനുണ്ട്. അപ്പോൾ ചെറിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതെടുക്കാം. അപ്പോൾ അതും കൂടെ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് അടച്ചു വെക്കാം. ഓക്കെ, എന്നാൽ പിന്നെ ഇന്നത്തെ അത്താഴം കഴിക്കാം. അപ്പോൾ നമ്മുടെ മാന്തമീൻ വെറ്റിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് പരിപ്പും കപ്പയ്ക്ക് അല്ലേ, കുറച്ച് കയ്പ്പൊക്കെ കുറവുണ്ടേ. ഇത് ഉച്ചക്കത്താണ്. ഇപ്പം മാന്ത ഇപ്പം ആക്കിയതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ഏട്ട കറി അതും കൂടെ സൈഡിൽ നിന്ന് എടുക്കാം. നല്ല സ്മെല്ല് അല്ലേ. ചാറാക്കി ഉണ്ടാ. മതി 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 മതി. ഓക്കെ, കഴിക്കട്ടെന്നല്ലേ. നമ്മളെ കഴിക്കേ. ആദ്യം നമ്മുടെ ഇതിൻ്റെ ചാറ് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ചൂട് വേണം. നല്ല തണുപ്പാണ് കേട്ടോ. അടുപ്പിലെ തണമില്ലേ ഇരുന്നിനെ കുറച്ച് ചൂട് കിട്ടൂല. തലക്കൊരു തൊപ്പിയിലിട്ടിട്ടുണ്ട്. കറി സൂപ്പർ കേട്ടോ. ഇത് തലയാണ് കേട്ടോ അതിൻ്റെ കഷ്ണം. ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാന്ത പറ്റിച്ചത്. ഏട്ടാ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാ. ഒന്നും പറയാനില്ല. ആ ചെറുള്ളിയും നമ്മളെ കറിവേപ്പിലയും എല്ലാം കാച്ചി പോരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ സൈഡ് ഇടാൻ കിട്ടെ. കയ്പക്ക പരിപ്പേറി ഇവിടെ തന്നെ ആയിപ്പോയാ. മീൻകറി ഉണ്ടായതുകൊണ്ട്
അപ്പോൾ ഇന്നത്തെ രാത്രി അത്താഴം കൂശാലായി. അപ്പോൾ ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ.